ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇന്ത്യ വർഗീയത പ്രകടിപ്പിക്കുന്ന തൃശ്ശൂരിൽ എങ്ങനെയാ സുരേഷ് ഗോപി ജയിച്ചത്? പൂരം മുടക്കിയത് എങ്ങനെ? അതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറയാം. പുലയാടി മോനെ, ഞാൻ വെറും ആണെന്ന് കരുതിയാണോ നീ? കൂടെ നിന്ന് ഒറ്റുന്നവനെയും തിരിച്ചറിയും ഇൻസൈറ്റ് അകക്കണ്ണ് എനിക്കതുണ്ട്. ബാന്ധമുണ്ടെന്ന് ആർക്കാ ജിംസെ അറിയാത്ത? അനിൽകുമാറിന്റെ സ്വന്തം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പോരെ? പോയത് അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? ശരി, അനിൽകുമാറിന്റെ സ്വന്തം ബൂത്തിലെ വോട്ട് പരിശോധിച്ചാൽ പോരെ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എന്റെ വ്യക്തിപരമായി പറയുന്നത് എന്തിനാല്ലേ ഞാൻ ചോദിക്കുന്നത്? അനിൽകുമാർ, ഇത് എന്ത് മര്യാദയാ? നിങ്ങൾ രാഷ്ട്രീയം പറയും, നിങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന രാഷ്ട്രീയം പറയും. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ആദ്യമായിട്ടാണോ ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ ഒരാൾ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് എന്താ സങ്കടം? അല്ല, വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ അജിംസ് ഇടപെടുന്നില്ലല്ലോ. അനിൽ വ്യക്തിപരമായി ആക്ഷേപിക്കുമ്പോൾ എന്തേ അജിംസ് കൃത്യമായിട്ട് പറയുന്നു. എന്താണ് വർഗീയവാദി എന്ന് മാത്രമേ കേട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാൻ. പക്ഷേ ഇവിടെ വിജയരാഘവൻ നടത്തിയ വർഗീയ പരാമർശത്തിന്റെ പേരിൽ എന്തേ അനിൽ മറുപടി പറയാത്തത്? ഞാൻ കൃത്യമായിട്ട് മറുപടി പറയുന്നത് ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ചോദ്യം ചോദിച്ചാൽ മറുപടി തനിക്ക് അവനെ അറിയാഞ്ഞിട്ടാ. അവനെ ആന്ത്രാക്സിനേക്കാൾ അപകടകാരിയാ. ഇവിടെ രാവിലെ മറുപടി ഉണ്ടോ? ഒന്നാമത് അല്ല, അതിനൊന്നും അയാൾക്ക് മറുപടി. അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുമ്പോ എന്തേ അജിംസ് ഇടപെടായിരുന്നത്? ആക്ഷേപിക്കുമ്പോ എന്തേ അജിംസ് ഇടപെടായിരുന്നത്? സന്ദീപിനെ വിളിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അനിൽകുമാറിനോട് ചോദിക്കുന്നത്. അനിൽകുമാർ പ്ലീസ്. അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ലേ. അദ്ദേഹം രാഷ്ട്രീയം പറയാൻ തയ്യാറല്ലല്ലോ. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നേ ഇല്ല. ആലപ്പുഴയിൽ പോലും അദ്ദേഹത്തിന്റെ ബൂത്തിൽ പോലും CPM-ന്റെ വോട്ട് ഷിഫ്റ്റ്. എനിക്ക് ചർച്ച നിർത്തേണ്ടത്. ഒന്നാമതായി പറയട്ടെ. പറയൂ. എന്താ ഇത് അജിംസ് ചെയ്ത്? എന്താ അജിംസ് ചെയ്ത്? അല്ല, അനിൽകുമാർ ആരെയാണ് വർഗീയവാദി വിളിച്ചതെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിനും ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. BJPക്ക് വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന ഒരാളുടെ ഞാൻ ചോദിക്കുക, കോൺഗ്രസിനും BJPക്കും വേണ്ടി ഒരുപോലെ വർത്താനം പറയേണ്ടി വരുന്ന ഗതി. നിങ്ങൾ OK വാസുവിനെ സൈനിനെ കുറിച്ച് ഇതാണോ പറയുന്നത്? നിങ്ങൾ സൈനിനെ കുറിച്ച് ഇതാണോ പറയുന്നത്? ഞാൻ കൃത്യമാണ്. അനിലിന്റെയും RSSകാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ഇത് ആദ്യം പിടിക്കും. അനിൽകുമാറിന്റെയും RSSകാരുടെയും ശബ്ദം ഒരുപോലെയുണ്ട്. ഈ രണ്ടു കൂട്ടർക്ക് എന്നോട് വൈരാഗ്യാണ്. ഈ രണ്ടു കൂട്ടർക്കൂടെ വിഷമം, സങ്കടം. RSSകാർക്കുള്ളതിനേക്കാൾ സങ്കടം അനിൽകുമാറിനും CPM-നും. നിങ്ങൾ തമ്മിലുള്ള മാറ്റാൻ കഴിയില്ല. പുറത്തു പോയാൽ എന്തിനാ CPM-മാർക്ക് എത്ര വിഷമം? എന്തിനാ സഖാക്കൾക്ക് എത്ര വിഷമം? എന്തിനാ AKG സെന്റർ ഇങ്ങനെ കൂട്ടക്കരച്ചില്? മേലെ ഇമാതിരി കോളോട്ട് എന്നെ ആ മണ്ടലോട്ട് പറഞ്ഞു വിട്ടേക്കല്. പറഞ്ഞേക്കാം, നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. സന്ദീപ് പ്ലീസ്. അനിൽകുമാർ എന്താണ് പറയാമെന്ന് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കും. സന്തോഷിക്കേണ്ട കാര്യം. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? അനിൽകുമാർ പറയും. എന്തിനാണ് വ്യക്തിപരമായി പറയുന്നത്? അനിൽ എന്തിനാണ് എന്നെ വ്യക്തിപരമായി പറയുന്നത്? അനിൽ ചർച്ചയ്ക്ക് പോയിന്റ് ഇല്ലാത്തതുകൊണ്ടാണോ? അതല്ല, അനിൽകുമാർ ആരെയോ വർഗീയവാദി സന്ദീപിനെ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അനിൽകുമാർ ആണെങ്കിലാണെന്ന് അവസാനിപ്പിക്കൂ. നിങ്ങൾ ഈ ചർച്ചയിൽ മര്യാദകൾ കാണിക്കാം. ഞാൻ മറുപടി പറയേണ്ടത് പറഞ്ഞല്ല. അനിൽകുമാർ വർഗീയവാദി എന്ന് വിളിച്ച ആരെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അനിൽകുമാറെ വ്യക്തിപരമായിട്ട് വല്ലതും പറഞ്ഞോ? ഞാൻ അങ്ങോട്ട് പറയാ. അങ്ങ് വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ മറുപടി പറയരുത്, ഞാൻ ഇടപെടരുതെന്ന് പറഞ്ഞ് മറുപടി കേൾക്കേണ്ടി വരും. ഞാൻ പറയുന്നത് അങ്ങോട്ടൊന്ന് കേൾക്കൂ. എന്നെ സംസാരിക്കാൻ നിങ്ങൾ അനുവദിക്കൂ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ എന്ത് വൃത്തിയായിട്ട് ഞാൻ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആളുകളെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. അങ്ങ് എന്നെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ഞാൻ രാഷ്ട്രീയം പറയുന്നു.
ഒന്നാമത്തെ കാര്യം, കാപട്യം പറയുന്നു, നിങ്ങളുടെ BJP ബാന്ധവം വിളിച്ചു പറയുന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല സന്ദീപ് നിർത്തൂ, അദ്ദേഹം വിശദീകരിക്കട്ടെ. അദ്ദേഹം എന്താ പറയുന്നത് വിശദീകരിക്കട്ടെ സന്ദീപ്. മാസപ്പടിയും നിങ്ങളുടെ പരിപാടി നിങ്ങളെ പോലെ കെട്ടത് വർഗീയവാദി കേരളം കണ്ടിട്ടില്ല. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. അപ്പൊ അനിൽകുമാർ സന്ദീപിനെയാണ്. അതാണ് സന്ദീപിന്റെ പ്രശ്നം. നാണംകെട്ട വർഗീയവാദിയാണ്. അല്ലല്ല, നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. നിങ്ങൾ നാണംകെട്ട വർഗീയവാദിയാണ്. ബാലൻ പറഞ്ഞില്ലേ, നിങ്ങൾ നാണംകെട്ട വർഗീയവാദിയാണ്. ഞാൻ പറയുന്നത് കേട്ടോ. നല്ല കുട്ടിയാണ് പറഞ്ഞത്. ക്ലിയർ അങ്ങോട്ട് പിടിച്ചോ. സർട്ടിഫിക്കറ്റ് എന്റെ വീട്ടിൽ ക്ലിയർ അങ്ങോട്ട് പിടി. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ അങ്ങോട്ട് പിടി. ക്ലിയർ അങ്ങോട്ട് കേട്ടോ. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ മരുന്ന വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. ക്ലിയർ ആണ് AK ബാലൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനിൽകുമാറിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് ബാലന്റെ സർട്ടിഫിക്കറ്റ് മതി, എനിക്ക് MP രാജേഷിന്റെ സർട്ടിഫിക്കറ്റ് മതി. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ പറയാമെന്ന് പറയൂ. ഒറ്റ കാര്യം മതി. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. അല്ല എന്റെ ചോദ്യം ഇതായിരുന്നു അനിൽകുമാർ. BJP-യുടെ വോട്ട് വേണ്ടെന്ന് പറയൂ, SDPയുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ പോലെ. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ല. എനിക്ക് AK ബാലൻ സർട്ടിഫിക്കറ്റ് എന്റെ ചോദ്യം SDPയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ പോലെ BJP-യുടെ വോട്ട് വേണ്ട എന്ന് പറയോ CPM? എന്തിനാ നോക്കിക്കണേ? പോവാം.